നമ്മളെല്ലാവരും പതിവായി കേൾക്കാറുള്ള കാര്യമാണ് UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇത് കൂടുതലാണ്. കാരണം ശരീരഘടനാപരമായി നീളം കുറഞ്ഞ മൂത്രനാളമാണ് സ്ത്രീകൾക്കുള്ളത്. സ്ത്രീകൾക്ക് അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ളത് ആർത്തവ സമയത്തും, ആർത്തവ വിരാമം കഴിഞ്ഞും, ഗർഭകാലത്തും, പിന്നെ ലൈംഗിക പ്രവൃത്തികളുടെ സമയത്തും. ഈ അണുബാധയ്ക്ക് കാരണമാകുന്ന നിരവധി ബാക്ടീരിയകളുണ്ട്. ഓഫ് കോഴ്സ് സാധാരണമായി കാണുന്നത് ഈ കോളെ തന്നെ. ഇങ്ങനൊരു അണുബാധ തനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഒരു സ്ത്രീ എങ്ങനെ തിരിച്ചറിയും? അവർക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത് പതിവിലധികം കൂടുതൽ തവണയാണെങ്കിൽ, അടിവയറ്റിൽ വേദനയുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ, മൂത്രത്തിന്റെ നിറം കൂടുതൽ ഇരുണ്ടിരിക്കുന്നുവെങ്കിൽ, പിന്നെ തീർച്ചയായും കടുത്ത അണുബാധയാണെങ്കിൽ അവർക്ക് പനിയും കാണും. അവർ എങ്ങനെ ഡോക്ടറെ സമീപിക്കണം, രോഗനിർണയം ചെയ്യണം എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവർ യൂറിൻ റൂട്ടിൻ മൈക്രോസ്കോപ്പി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആവശ്യമെന്ന് കണ്ടാൽ ഒരുപക്ഷെ യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിയും വേണ്ടിവരും. പരിശോധനയോ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആന്റിബയോട്ടിക്കുകളുടെ കോഴ്സ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ലക്ഷണാധിഷ്ഠിതമായ ചികിത്സ നൽകും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ത്രീ ശരീരത്തിലെ ഹൈഡ്രേഷൻ വളരെ പ്രധാനമാണ്, ശുചിത്വം വളരെ പ്രധാനമാണ്, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടത് പ്രധാനമാണ്. ഒട്ടുമൊത്തത്തിലുള്ള ശരീരാരോഗ്യവും ഇത് വരാതെ തടുക്കാൻ സഹായിക്കും.